Hello, welcome back to a new video. Today we'll be discussing the work What is Patriarchy by Kamla Bhasin, which comes under PGS2 Gender Studies. We are required to study the introduction part, so we'll be taking a look at that. Since the video might be long if we take the entire question answer, I thought I will be dividing it into two parts. So for this part 1 video, we'll be discussing the first 6 question answers. ഈ ഒരു ഇൻട്രഡക്ഷൻ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലായതുകൊണ്ട് തന്നെ 13 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ 6 എണ്ണമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് exactly what one means by patriarchy. And the word patriarchy literally means the rule of the father or the patriarch. And originally it was used to describe a specific type of male-dominated family. ആദ്യം ഒരു കുടുംബത്തിലെ കുടുംബത്തിലെ പുരുഷന് അധികാരം കിട്ടുന്നു. അവസാനത്തെ എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ അവസാനത്തെ വാക്ക് ആ ഒരു പുരുഷനാണ് ഉള്ളത്, അതിൻ്റെ അധികാരം ആ ഒരു പുരുഷനാണുള്ളത്. ആ ഒരു പേട്രിയാർക്ക് എന്നൊരു ലേബലിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ് പിന്നീട് സമൂഹത്തിലേക്ക് വളർന്നതും അതൊരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് ഒരു ഫോർമേഷൻ ഉണ്ടായതും അതാണ്. And now it is more generally used to refer to male domination and to the power relation by which men dominate women and to characterize a system whereby women are kept subordinate in a number of ways. കാരണം ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയപ്പോഴേക്കും അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഡോമിനൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കിട്ടിയെന്ന് മാത്രമല്ല, അതിലൂടെ തന്നെ സ്ത്രീകളുടെ മേൽ അല്ലെങ്കിൽ അടുത്ത ഒരു അതർ സെക്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ സ്ത്രീകൾക്ക് മേൽ ഒരു ആധിപത്യവും ഒരു അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് റൂൾസും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരികയും ചെയ്തു. And Kamla Bhasin says that the subordination that the women experience at a daily level, regardless of the class they might belong to, takes various forms. We see discrimination, disregard, insult, control, exploitation, oppression and violence. These are some of the ways how women are most often suppressed in a patriarchal society. And this happens not only within the family but also where they work, at workplace and in society as a whole. And the next question is, how does patriarchy actually manifest itself? Can we recognize it in our lives? അതായത് ഈ ഒരു പേട്രിയാർക്കൽ ഡോമിനൻസ് എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. അത് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് പറയുന്നത്, anyone who has experienced even subtle discrimination, bias or non-acceptance are able to feel and know it. But even most of the times we are not able to name or label it, but we can experience it. കുറച്ച് പേട്രിയാർക്കൽ ഡോമിനൻസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, സൺ പ്രിഫറൻസ്, അതായത് ഒരു ആൺകുട്ടി ജനിക്കണമെന്നുള്ളൊരു മോഹം, അതിനോടുള്ളൊരു തീവ്രമായ ആഗ്രഹമുണ്ട്. പലപ്പോഴും പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് പകരമായിട്ട് പെൺകുട്ടികൾ ജനിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൊന്നുകളയുന്ന വരെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഫീമെയിൽ ഫീറ്റിസൈഡ്. അങ്ങനെ അതിലൂടെ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം, അത് ഒരു രീതിയിൽ ഒരു പേട്രിയാർക്കൽ ഡോമിനൻസ് ആണ്. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ഗേൾസ് ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു കുടുംബത്തിലാകുമ്പോൾ ആദ്യം പുരുഷന്മാർ കഴിക്കണം, അതിന് ശേഷം മാത്രമേ സ്ത്രീകൾ കഴിക്കാൻ പാടുള്ളൂ ഒരു കാലത്ത് അതൊരു റൂളായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരു രീതിയിൽ ആ ഒരു റൂൾ അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പേട്രിയാർക്കൽ ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെയാണ് ബർഡൻ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് ഓൺ വിമൺ ആൻഡ് യങ് ഗേൾസ്. അതായത് വീട്ടുജോലി എന്ന് പറയുന്നത് സ്ത്രീയുടെ കടമയാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ ചെയ്യുന്ന ജോലികൾ, അടുക്കള ജോലികൾ അല്ലെങ്കിൽ പൊതുവെയുള്ള വീട്ടുജോലികൾ, ഇതെല്ലാം സ്ത്രീയുടെ മാത്രം കർത്തവ്യമാണ്, കർമ്മമാണ് എന്നുള്ളൊരു ചിന്താഗതി, അതും പേട്രിയാർക്കൽ ഡോമിനൻസ് അല്ലെങ്കിൽ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു മെയിൻ ഐഡിയോളജിയാണ്.
ആൻഡ് ദ ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ്. ഈ ഒരു സ്ത്രീയുടെ സ്ഥാനം വീടിനകത്താണ് അല്ലെങ്കിൽ ചുവരിനുള്ളിലാണ് എന്നുള്ളൊരു പറയുന്ന ഒരു ഐഡിയോളജിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് പലപ്പോഴും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ലഭിക്കേണ്ട ഒരു വിദ്യാഭ്യാസം അവർക്ക് നഷ്ടപ്പെടുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്, അതൊരു എക്സാമ്പിളാണ്. And then we have the lack of freedom and mobility for girls, wife battering and male control over women and girls, and which even leads to sexual harassment at work. അത് നമുക്ക് കാണാം, ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന കുറേ റൂൾസ്. അതിലൂടെ എന്താണ് ഒരു പുരുഷാധിപത്യം. മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ജോലി സ്ഥലത്ത് നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾ, പിന്നെ അവർക്ക് സ്വന്തം സ്വത്തിലും സമ്പത്തിലും ഒരു അധികാരം നിഷേധിക്കുന്നു, അധികാരമില്ലാതെ പോകുന്നു. പിന്നെന്താണ്, കൂടുതലും സ്ത്രീയുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവളുടെ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അവളുടെ ആകാതിരിക്കുന്നു. അതിലെപ്പോഴും ഒരു പുരുഷനൊരു ആധിപത്യം ഉണ്ടാവുക, ഒരു അധികാരം ഉണ്ടാവുക. ഇതെല്ലാം പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന കുറച്ച് ഐഡിയോളജീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്ങിലും സ്ത്രീയുടെ ഒരു പങ്കാളിത്തം ഇല്ലാതിരിക്കുക. എത്ര കുട്ടികൾ വേണം അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളൊരു കാര്യത്തിൽ സ്ത്രീയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവളുടെ ശബ്ദം കൂടുതലും പരിഗണിക്കാതാവുക. And so these are some of the ways how patriarchal society assert a certain dominance over the women. And the sad thing about this is all these ideologies are normalized. We feel this is all natural when in reality it is not. And the next question is, does the term patriarchy sum up the kind of male dominance we see around us all the time? And the answer is, of course, yes, you could say so. But most often it's not just a term that feminists like to use, but more like a concept. ഒരിക്കലും പേട്രിയാർക്കി എല്ലായിടത്തും സെയിം ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അല്ല. പക്ഷേ it is necessary to address it as an ideology and not natural. അതാണ് കമല ഭാസിൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു ഐഡിയോളജീസ്, പെൺകുട്ടികൾ ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കണം, ആൺകുട്ടികൾ ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്സ്, ഒരു ഐഡിയോളജി, ഇത് കാലങ്ങളായി പറഞ്ഞു വരുമ്പോൾ കൂടുതലും ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് വളരെ നോർമലായിട്ടൊരു കാര്യമാണ്, ഇത് റൂളാണ് എന്നുള്ളൊരു രീതിയിലാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ സത്യം പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു റൂളല്ല. ഇതൊരിക്കലും ആരും 100% പാലിക്കേണ്ട ഒരു ചട്ടങ്ങളല്ല. ഇത് വെറും ഐഡിയോളജീസാണ്. കാലങ്ങൾ പോകുന്തോറും മാറാൻ സാധ്യതയുള്ള, മാറ്റേണ്ട ഐഡിയോളജീസാണ്. ആ ഒരു ബോധം എപ്പോഴാണോ വരുന്നത് അന്നാണ് ഈ ഒരു കാര്യങ്ങൾക്ക് മാറ്റവും വരുന്നത്. അതാണ് കമല ഭാസിൻ പറയുന്നത്. അതായത് ഇത് നോർമലൈസ് ആവേണ്ട ആവശ്യമില്ല, ഇതൊരു ഐഡിയോളജി ആയിട്ട് തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ഇതിന് വേണ്ട മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is patriarchy the same everywhere? നമ്മളിപ്പോൾ കുറേ പേട്രിയാർക്കൽ ഡോമിനൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് എല്ലായിടത്തും ഒരേ രീതിയിലാണോ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. We can't say that patriarchy is the same everywhere. Its nature can be and is different in different class in the same society. That is, although men are in control in most of the cultures and society, the nature of this control may differ. കാരണം ഒരു പക്ഷേ പണ്ട് കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അനുഭവിച്ചിരുന്ന രീതിയിലുള്ളൊരു ഹരാസ്മെൻ്റ് അല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. കാലങ്ങൾ മാറിയിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പോഴും പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഐഡിയോളജീസിൽ ഒരു പക്ഷേ വലിയൊരു മാറ്റം വന്നിട്ടില്ലായിരിക്കാം. പക്ഷേ
പണ്ടുള്ള സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ളതും നമ്മളിപ്പോൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു ഡോമിനൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടൊരു മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ കൾച്ചർ അനുസരിച്ചാണ്. നമ്മുടെ ഒരു ട്രഡീഷനും കൾച്ചറിൽ നിന്നാണ് പല രീതിയിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സബ്മിഷനും മാറ്റങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് മെൻ കൺട്രോൾ ഇൻ എ പേട്രിയാർക്കൽ സിസ്റ്റം? അപ്പോൾ പേട്രിയാർക്കൽ സിസ്റ്റമാണ്, പലതരത്തിലുള്ള കൺട്രോൾ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും എക്സാക്ട്ലി എന്തൊക്കെയാണ്, ഏതൊക്കെ സ്പിയേഴ്സിലാണ് ഈ ഒരു സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അടിച്ചമർത്തൽ സംഭവിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സബ് ഡിവിഷനായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഇസ് വിമൻസ് പ്രൊഡക്റ്റീവ് ഓർ ലേബർ പവർ. ഒന്ന്, ഇപ്പോൾ വീട്ടുജോലി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വീട്ടുജോലി കൂടുതലും സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കടമയാണ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വീട്ടുജോലി ഒരിക്കലും അവർ ഒരു വളരെ ഫ്രീ സർവീസ് ആയിട്ട് കാണുന്നു. അതായത് കൂടുതലും വീട്ടമ്മമാർ കേൾക്കുന്ന ഒരു ഡയലോഗാണ്, നീ ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിനക്കിവിടെ വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഡയലോഗ്. പക്ഷേ സത്യം പറഞ്ഞാൽ അതും ഒരു ജോലി തന്നെയാണ്. അത് അംഗീകരിക്കേണ്ട, ഒരു പക്ഷെ സാലറി എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരും ചെയ്യുന്നത് ഒരു രീതിയിലുള്ളൊരു കഠിന അധ്വാനമാണ്. ആവശ്യത്തിന് അത്രയും ഒരു സമയവും ഊർജവും കൊടുത്ത് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. പക്ഷെ സാലറി എന്നൊരു ഫാക്ടർ അവിടെ വരുന്നില്ല എന്നൊരു കാരണം കൊണ്ട് മാത്രം വീട്ടുജോലി ചെയ്യുന്നവർക്ക് അവർ അർഹിക്കുന്ന ഒരു അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല. അതൊരു കാര്യമാണ്. പിന്നെ സ്ത്രീകളുടെ കടമ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഐഡിയോളജി, ഒരിക്കലും അത് അങ്ങനെയല്ല. ജെൻഡർ ഏതാണെങ്കിലും ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സ്വന്തം വീട് നോക്കുക, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ നോക്കുക എന്നുള്ളത്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് സ്ത്രീയുടെ മാത്രം കടമയായി എന്ന് കടമ മാത്രമാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഐഡിയോളജി പോപ്പുലറായി വരികയും അത് പിന്നീട് അങ്ങോട്ട് പോപ്പുലർ ആവുകയും അതാണ് കൂടുതലും പോപ്പുലറായി മാറുകയും ചെയ്തത്. അത് ഒരു കാര്യം. പിന്നെ ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അവിടെയും ഒരു ഡിസ്ക്രിമിനേഷൻ കാണാം. ബിക്കോസ് സംടൈംസ് ദേ ആർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ ലേബർ അറ്റ് ലോ വേജസ്. ഒരു ഗ്ലാസ് സീലിംഗ് എഫക്റ്റ് എന്ന് പറയും അതിന്. കാരണം സ്ത്രീകൾക്ക് കൂടുതലും പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടുജോലിയും സ്ത്രീയുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതൊരു ഡബിൾ പ്രഷറാണ്. കാരണം പുറത്തും ജോലി നോക്കണം, വീട്ടിൽ വന്നിട്ട് അവിടുത്തെയും ജോലി നോക്കണം. കാരണം അവിടെ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഉടനെ കുറ്റം സ്ത്രീയുടെ മേലിലാണ്. അതൊരു ഡബിൾ പ്രഷറാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അർഹിക്കുന്ന ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, അങ്ങനത്തെ പല ബെനിഫിറ്റ്സും സ്ത്രീക്ക് നഷ്ടമാകുന്നു. പലപ്പോഴും ജോലി തന്നെ നിർത്തി വീട്ടുജോലി മാത്രം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഒരു ജോലിയിലേക്ക് തന്നെ ഒതുങ്ങി കൂടേണ്ട അവസ്ഥയും വരാറുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വിമൻസ് റീപ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി പ്ലാനിങ് എന്ന് പറയുമ്പോഴും എത്ര കുട്ടികൾ വേണം അല്ലെങ്കിൽ കുട്ടികൾ വേണമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഒരിക്കലും സ്ത്രീയുടെ ഒരു ശബ്ദം അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. കൂടുതലും കേസ് ഞാൻ പറയുന്നത് ഇപ്പം മാറ്റം വരുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ കൂടുതൽ കേസസ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴും എത്ര പേർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണ്. കാരണം എന്താണ്, പലപ്പോഴും ആ ഒരു എത്ര കുട്ടികൾ വേണം അല്ലെങ്കിൽ ആ ഒരു പൊതുവേ ഉള്ളൊരു ഫാമിലി പ്ലാനിങ്ങിൽ ആ സ്ത്രീയെക്കാട്ടിലും കൂടുതൽ അധികാരം കുടുംബത്തിന് മേളിലാണ്. അതിനേക്കാട്ടിലും അധികാരം പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ചേർച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അധികാരമുണ്ട്. ഫോർ എക്സാമ്പിൾ, in the Catholic Church, the male religious hierarchy decides whether men and women can use birth control methods. Also, which methods are permissible, whether women can abort unwanted children, and so on. So, it is the church who is making all these decisions for them, and they are just expected to follow whatever decision the church makes.
അതുപോലെ തന്നെ മോഡേൺ ടൈംസിലേക്ക് വരികയാണെങ്കിലും സ്റ്റേറ്റാണ് ഇപ്പോൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്താണ്, രാജ്യത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് ഒരു കുടുംബത്തിൽ എത്ര കുട്ടികളാകാം അല്ലെങ്കിൽ കുട്ടികൾ വേണമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റിൻ്റെ അധികാരമാണ്. സ്റ്റേറ്റ് എടുക്കുന്ന തീരുമാനത്തിലായിരിക്കും ആ ഒരു കുടുംബത്തിലെ ഫാമിലി പ്ലാനിങ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുക്കാം. ഇന്ത്യയിലും ഇതുപോലത്തെ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ഒരു കാലത്ത് ജനസംഖ്യ കൂടി നിന്ന സമയത്ത് ഇനി കൂടുകയാണെങ്കിൽ പ്രശ്നമാകും. കാരണം അത്രയും ഒരു ആൾക്കാരെ പാർപ്പിക്കാനുള്ളൊരു ഇടമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ റൂള് വരും. ചൈനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ പാടുള്ളൂ എന്നുള്ളൊരു റൂൾ തന്നെ ചൈന വെച്ചു. അതിലൂടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഒരു കുട്ടിയിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ദമ്പതിമാരുണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങളുണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ. കാരണം സ്റ്റേറ്റ് പറഞ്ഞത് ഇതാണ്, അത് പാലിക്കപ്പെട്ടാലേ പറ്റുള്ളൂ. കാരണം അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് വേറെയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ ഉടനെ രാജ്യത്ത് ഒരു റൂള് വരും, ഇങ്ങനെ ഒരു കുടുംബത്തിൽ 1-2 കുട്ടികളെ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, കൂടുതൽ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് ഒരു അടിച്ചമർത്തലാണ്, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണ്. അതുപോലെ തന്നെ മലേഷ്യയും USA പോലത്തുള്ള യൂറോപ്പ് പോലത്തുള്ള ഇത് എടുക്കുകയാണെങ്കിൽ, രാജ്യങ്ങളും എടുക്കുകയാണെങ്കിൽ അവിടെ നേരെ തിരിച്ചും വരാറുണ്ട്. പോപ്പുലേഷൻ കുറയുന്ന രാജ്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കൂടുതൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിൽ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കും. കൂടുതൽ കുഞ്ഞുങ്ങളെ വളർത്താനുള്ളൊരു ബെനിഫിറ്റ്സോടുകൂടി അവരെ എൻകറേജ് ചെയ്യും, കൂടുതൽ പോപ്പുലേഷൻ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതെങ്ങനെയാണ് നടത്തുന്നത്? പല രീതിയിലുള്ളൊരു ബെനിഫിറ്റ്സ് കൊടുക്കും. ഇപ്പോൾ അമ്മമാർക്ക് കൂടുതൽ മെറ്റേണിറ്റി ലീവ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ ബേബി കെയർ പ്രോഡക്ട്സ് ഒരു പക്ഷെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാംസ് ഉണ്ടാകും. അങ്ങനത്തെ പല പല പ്രോഗ്രാംസിലൂടെ ആ ഒരു കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ളൊരു രീതിയിൽ ദേ ആർ മേക്കിംഗ് ദം തിങ്ക് ലൈക്ക് ദാറ്റ്. അതിലൂടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്. അവിടെയും പ്രശ്നം എന്താണ്, ഒരുപക്ഷെ ചില കുടുംബങ്ങൾക്കും കാണും ഇതുപോലെ 1-2 കുഞ്ഞുങ്ങൾ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ. അവർക്ക് പക്ഷെ അവിടെ ഒരു സ്വാതന്ത്ര്യം കാണത്തില്ല. കാരണം അങ്ങനെ ഇപ്പോൾ രാജ്യത്ത് ഒരു റൂള് വരെയാണ്, 3 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇളവ്, നികുതിയിൽ ഇളവോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് അവർ പറയുകയാണ്. ടാക്സിൽ എന്തെങ്കിലും റിഡക്ഷൻ, അല്ലെങ്കിൽ ബേബി കെയർ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷൻ ഫീസിൽ ഒരു ഡിസ്കൗണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾ അങ്ങനെ ചിന്തിക്കും. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ചിലവ് ചുരുക്കാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും 1-2 കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ദമ്പതിമാരാണെങ്കിൽ പോലും ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു കുഞ്ഞും കൂടി ആകാം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെയാണ് കൂടുതലും സ്റ്റേറ്റിൻ്റെ കൺട്രോൾ, എങ്ങനെയാണ് ഫാമിലി പ്ലാനിങ്ങിൽ സ്റ്റേറ്റിൻ്റെ കൺട്രോൾ വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. മൂന്നാമത്തെ കാര്യം, കൺട്രോൾ ഓവർ വിമൻസ് സെക്ഷുവാലിറ്റി. അത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ദാറ്റ് ഈസ്, വിമൻസ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് ഹെർ ഓൺ, ഇറ്റ്സ് ഓൾവേസ് ഇക്വേറ്റഡ് വിത്ത് ദി നേഷൻസ് ഐഡൻറ്റിറ്റി or the family's identity. If a woman is facing harassment, it's not her honor which is at stake. It is the family's honor which is considered to be at stake. അതുപോലെ തന്നെ സ്ത്രീയുടെ ഒരു സെക്ഷുവാലിറ്റി ഒരിക്കലും അവളുടെ മാത്രമാകുന്നില്ല, അതിലെപ്പോഴും ഒരു പുരുഷാധിപത്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പ് പോലത്തുള്ള ഒരു കേസസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ സ്ത്രീയുടെ ശബ്ദം അടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ത്രീയുടെ പുറത്തൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി അവളെ സെക്ഷലി ഹറാസ് ചെയ്യുന്നു. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവളുടെ സെക്ഷുവാലിറ്റിയുടെ പുറത്താണ് ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. And the fourth one is the women's mobility. It is in turn connected with what we discussed about women's sexuality, because
Our own sexuality is our own identity, and if someone tries to take away our sexuality or impose a control over our sexuality, it is inadvertently a control over our own identity and our mobility as well, because the control means we won't be able to move according to our will, or the other person will always have a control over what we wear, or where we should go, or how we should go. അതാണ് ഇവിടെ പറയുന്നത്. The imposition of parda, or the restrictions on leaving the domestic space, a strict separation of private and public, limitations of interaction between sexes, and so on. These are all examples of how the patriarchal society controlled women's mobility and freedom. എന്ത് വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ആരുടെ കൂടെ സംസാരിക്കണം, ആരുടെ കൂടെ പോകണം എന്നുള്ള രീതിയിലുള്ള കുറേ റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെയാണ് വിമൻസ് മൊബിലിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരു റെസ്ട്രിക്ഷൻ. അതായത് സ്വാതന്ത്ര്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് റൂൾസൊക്കെയാണ് ഇത്. ആൻഡ് this is unique, that is, this is gender specific, because men are never subjected to the same constraints, or they are, but they are very less known. Fifth thing is the property and other economic resources. ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്വത്തിനും സ്ഥലത്തിൻ്റെയും പേര് കൂടുതലും പുരുഷന്മാരുടെ പേരിലാണ് നമ്മൾ കാണുന്നത്. വളരെ കുറഞ്ഞ കേസസിൽ മാത്രമേ സ്ത്രീയുടെ പേരിൽ സ്വത്തും പണവും അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരെല്ലാം എഴുതി വെക്കാറുള്ളൂ. Because most property and other productive resources are controlled by men, and they pass from one man to another, usually from father to son. Even where women have the legal right to inherit such assets, the whole array of customary practices, emotional pressure, social sanctions, and sometimes plain violence prevents them from acquiring actual control over them. കാരണം ഒരുപക്ഷെ സ്ത്രീയുടെ കയ്യിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ പേരിൽ ആ ഒരു സ്വത്തും സ്ഥലവും ഉള്ളപ്പോൾ തന്നെ അതൊരിക്കലും അവളുടെ കയ്യിൽ തന്നെ നിലനിൽക്കുന്നില്ല. കാരണം എന്താണ്? പല രീതിയിലുള്ളൊരു റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ പ്രഷറും കൊടുക്കുന്നു. നീ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഇത് സേഫ് അല്ല, അല്ലെങ്കിൽ നിൻ്റെ കയ്യിലിരുന്നാൽ പലരും അത് വാങ്ങിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഇത് സുരക്ഷിതമല്ല എന്നുള്ളൊരു ഡയലോഗ്. അങ്ങനെ ഒരു ജെൻഡറിൻ്റെ പേരിൽ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കുക, അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രോപ്പർട്ടീസും എന്താണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് എടുക്കുക, ആ ഒരു ടെൻഡൻസി കൂടുതൽ നമ്മൾ കണ്ടുവരാറുണ്ട്. And according to statistics, women do more than 60% of the hours of work done in the world, but they get 10% of the world's income and own 1% of the world's property. I can't describe it any better on how there is this gender discrimination between property and other economic resources. The statement speaks for itself. And the last question that we'll be discussing in this video is, Kamla Bhasin talks about how all these economic, political, religious, social and cultural institutions are by and large controlled by men. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ ചേർച്ചിൻ്റെ കാര്യം, എങ്ങനെയാണ് ഫാമിലി പ്ലാനിങ്ങിൽ ഒരു ഇൻഫ്ലുവൻസ് ആയി മാറുന്നതെന്ന്. അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫാമിലിയെക്കുറിച്ച് സംസാരിക്കാം. The institution of the family, that is considered the basic unit of society, is probably the most patriarchal ever, because the man is considered the head of the household. Within the family, he controls women's sexuality, labor or production, reproduction and mobility. നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വിമൻ സ്ത്രീകൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു പുരുഷാധിപത്യം ഏതൊക്കെ രീതിയിലാണെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വിമൻസ് പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ലേബർ പവർ, റീപ്രൊഡക്ഷൻ, സെക്ഷുവാലിറ്റി, മൊബിലിറ്റി, പ്രോപ്പർട്ടി, ഇതെല്ലാം
സമൂഹത്തിനെക്കാട്ടിലും കൂടുതൽ കുടുംബത്തിൽ തന്നെയാണ് ഈ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നത്. കാരണം എന്താണ്, ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരു പുരുഷന് മാത്രം ഒരു കൊടുക്കുന്ന ഒരു ഹൈ സ്റ്റാറ്റസ്, ബാക്കി എന്ത് തീരുമാനങ്ങൾ ഉണ്ടായാലും അവസാന വാക്ക് പുരുഷനാണ് എന്നുള്ളൊരു രീതിയിൽ ബാക്കിയുള്ളവരുടെ ഒന്നും ശബ്ദങ്ങൾക്കൊരു വില കൽപ്പിക്കാത്ത ഒരു രീതിയിലുള്ളൊരു ആധിപത്യം. അതാണ് പറയുന്നത് ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ മെയിൻ കാര്യം. അതിലൂടെ തന്നെയാണ് പുരുഷന് ഒരു സുപ്പീരിയർ സ്റ്റാറ്റസും കോൺസിക്വൻ്റ്ലി സ്ത്രീക്കൊരു ഇൻഫീരിയർ സ്റ്റാറ്റസും വരുന്നത്. The family is also important for socializing the next generation in patriarchal values. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിൽ വയലൻസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മയെ തല്ലുന്ന ഒരു കാര്യം കണ്ടുവരുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും അതായിരിക്കും പഠിക്കുന്നത്. അല്ലെങ്കിൽ അടുക്കളയിൽ അമ്മയും അമ്മുമ്മയും സഹോദരിയും മാത്രം ജോലി ചെയ്യുന്നത് കണ്ടുവരുന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ടും ആ ഒരു ഐഡിയോളജിയിലായിരിക്കും വളരുന്നത്. അതായത് വളർന്നു കഴിയുമ്പോഴും അടുക്കളയിൽ മാത്രമാണ് ജീവിതം നയിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അടുക്കളയിൽ മാത്രമാണെന്നുള്ളൊരു ഐഡിയോളജിയിൽ ആ ഒരു പെൺകുട്ടി വളർന്നു വരുന്നു. അതുപോലെ ഒരു ആൺകുട്ടിയാണെങ്കിലും ആ ഒരു രീതിയിൽ അടുക്കള പണി സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണെന്ന്, അല്ലെങ്കിൽ സ്ത്രീകളെ തല്ലുന്നത് ഒരു രീതിയിലുള്ളൊരു ഒരു കൺട്രോളാണെന്ന്, ഒരു നിയന്ത്രണമാണെന്നൊക്കെ ഒരു രീതിയിൽ ആ ഒരു ഐഡിയോളജിയിൽ ആ ഒരു ആൺകുട്ടി വളർന്നു വരുന്നു. അതുകൊണ്ടാണ് ഫാമിലി അങ്ങനൊരു പേട്രിയാർക്കൽ ഐഡിയോളജി അത് എന്താണ് കൂടുതലും പോപ്പുലറൈസ് ചെയ്യുന്നതിൽ ഫാമിലിയുടെ റോൾ ഒരു വലിയൊരു ഭാഗമാണ്. രണ്ടാമത്തെ കാര്യമാണ് റിലീജിയൻ. റിലീജിയൻ്റെ കാര്യത്തിലും നമുക്ക് ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണാൻ പറ്റും. ബിക്കോസ് ഇൻ മോസ്റ്റ് മോഡേൺ റിലീജിയൻ follow the patriarchal system where the male authority is considered to be supreme. Because we see that in most temples and all, it is the god who are given the prominence, while the goddesses are given a secondary place. Even though there are temples where the goddesses are given a prominent status, those kind of temples are often less. And in most religion, women are considered to be inferior, impure and sinful, and how they have created double standards of morality and behavior, how religious laws often justify the use of violence against deviant women, how inequitous relationships are sanctioned and legitimized by recourse to religious creed and fundamental tenets. കാരണം ഈ ഒരു മിക്കപ്പോഴും ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരുന്നതും ഒരു പക്ഷെ നമ്മുടെ ഹോളി സ്ക്രിപ്റ്റേഴ്സ്, നമ്മുടെ എപ്പിക്സ് എല്ലാം വായിച്ചിട്ട് വരുന്ന ഒരു മിസ് റീഡിങ് അല്ലെങ്കിൽ മിസ് ട്രാൻസ്ലേഷൻ കാരണമാണ്. കാരണം ഈ ഒരു ട്രഡീഷനും കൾച്ചറും തന്നെയാണ് ഒരു രീതിയിൽ ഒരു സമയത്ത് രാജാക്കന്മാർക്ക് എത്ര പത്നിമാരെ വേണമെങ്കിലും സ്വീകരിക്കാം, എത്ര ഭാര്യമാരെ വേണമെങ്കിലും സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഒരു സ്ത്രീക്ക്, ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഭാര്യമാരാക്കാമായിരുന്നു. പക്ഷെ ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ പാടില്ല, അത് പാപമാണ് എന്ന് പറയുന്ന ഒരു റൂൾ പണ്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ഡിസ്ക്രിമിനേഷനാണ്. കാരണം സ്ത്രീക്ക് ഒരു ഭർത്താവ് കൂടുതൽ പാടില്ല, അത് പാപമാണ്. പക്ഷെ ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാം, അത് പാപമല്ല എന്ന് വരുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. അതൊരു എക്സാമ്പിളാണ് എങ്ങനെയാണ് കൾച്ചർ അല്ലെങ്കിൽ ഒരു റിലീജിയൻ വഴി അങ്ങനത്തെ രീതിയിലൊരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ്സ് റിലീജിയസ് ബിലീവ്സ്, ദേ ആർ എക്സ്ട്രീംലി സബ്ജക്റ്റീവ്. ബട്ട് ഐ എം സെയിങ് ദിസ് ഈസ് ഹൗ റിലീജിയൻ പ്ലേ എ റോൾ ഇൻ എ പേട്രിയാർക്കൽ സൊസൈറ്റി. മൂന്നാമത്തെ കാര്യം ലീഗൽ സിസ്റ്റമാണ്. ലീഗൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കൂടുതലും ആർക്കാണോ അന്യായം സംഭവിക്കുന്നത് അവരുടെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ പോലും കൂടുതൽ നമ്മൾ കാണുന്നത് ലീഗൽ സിസ്റ്റം വരെ പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. ബിക്കോസ് ദ ലീഗൽ സിസ്റ്റം ഇൻ മോസ്റ്റ് കൺട്രീസ് ഇസ് ബോത്ത് പേട്രിയാർക്കൽ ആൻഡ് ബർജിയോസി. ദാറ്റ് ഈസ് ഇറ്റ് ഫേവേഴ്സ് മെൻ ആൻഡ് എക്കണോമിക്കലി പവർഫുൾ ക്ലാസ്സസ്.
laws pertaining to family, marriage, and inheritance are very closely linked to the patriarchal control over property. And in South Asia, every legal system considers men as the head of the household, the natural guardian of children, and the primary inheritor of property. Again, this is very subjective. പല കേസസിലും മാറി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കൂടുതൽ കേസ് നമ്മൾ കൂടുതൽ എടുത്ത് നോക്കുമ്പോൾ, ഒരു 10 കേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലും ഒരു 6 7 കേസിലും ഇങ്ങനെയുള്ളൊരു പേട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്കലി അപ്പർ ക്ലാസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും ലീഗൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ദ എക്കണോമിക് സിസ്റ്റം ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, where, like I said before, women's work most often goes unrecognized. Because most of the productive work done by women is neither recognized nor paid for. Their contributions to the creation of surplus becomes shadow work. That is, it is completely discounted, and housework is considered as free service, and they are looked upon. Housewives are more than often looked upon because people think they are not doing any real work. And the fifth thing is the political system and institution, which is again mostly male dominated. കാരണം ഇപ്പോൾ നമ്മുടെ കൂടുതൽ ജനപ്രതിനിധികളും നേതാക്കളെയും എടുത്ത് നോക്കുകയാണെങ്കിലും കൂടുതലും ഒരു മെയിൽ ഡോമിനൻസ് നമുക്കവിടെ കാണാൻ പറ്റും. കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ റിസർവേഷൻ ബില്ലൊക്കെ പ്രകാരം കൂടുതൽ സ്ത്രീകൾക്ക് ആ ഒരു കൂടുതൽ മത്സരിക്കാനുള്ളൊരു സാധ്യതകൾ വരുന്നുണ്ട്. അങ്ങനെയൊരു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും കൂടുതൽ കേസിലും, ഐ എം സെയിങ് ഇൻ മോസ്റ്റ് കേസസ്, our representatives and our political leaders in every single party is mostly male. So politics is also a male dominated sphere to a certain extent. And then the sixth thing is media. About how media become very important tools in the hand of upper class and upper caste men to propagate class and gender ideology. വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നായികയ്ക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്. പക്ഷെ നായിക പറയാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം എന്ന് പറയുമ്പോൾ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു നായികയോട് ബാക്കിയുള്ള വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയാണ് ഇവൾ അഹങ്കാരിയാണ്, ഇവൾക്ക് തന്നിഷ്ടം കാണിക്കാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുകയാണ്. ബട്ട് അവിടെ എന്താ സംഭവിച്ചത്? നായിക വെറും പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഒരു ഇഷ്ടത്തിന് കല്യാണം നടന്നാൽ മതി എന്നുള്ളൊരു താല്പര്യം മാത്രമാണ് അവിടെ പറഞ്ഞത്, സ്വന്തം അഭിപ്രായം മാത്രമാണ് പറയുന്നത്. പക്ഷേ ഉടനെ അഹങ്കാരി എന്നുള്ളൊരു തലക്കെട്ട് അവിടെ നായികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിക്കുന്ന ഒരു ഭർത്താവിനെ കാണാം. നായകൻ ഭാര്യയെ സഹായിക്കുകയാണ് വീട്ടുജോലികൾ. ഉടനെ നായകൻ്റെ കൂട്ടുകാർ വരുന്നു, നായകനെ കളിയാക്കുന്നു. സ്വന്തം വീട്ടു ജോലി ചെയ്യാണോ, അതൊക്കെ ഭാര്യയുടെ ജോലിയല്ലേ എന്നുള്ളൊരു രീതിയിൽ കളിയാക്കുമ്പോൾ ഇതൊക്കെ ഐഡിയോളജിയാണ്. കാരണം ഇത് കണ്ടുവരുന്ന ജനങ്ങളും ഇതന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല, അല്ലെങ്കിൽ കല്യാണ കാര്യം ഒരിക്കലും സ്ത്രീയുടെ ഒരു കാര്യമല്ല, കുടുംബത്തിൻ്റെ കാര്യമല്ല, എന്നല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാര്യമാണെന്നുള്ളൊരു രീതിയിലൊരു ഐഡിയോളജി. അതുപോലെ തന്നെ വീട്ടുജോലിയിൽ പുരുഷന്മാർ സഹായിച്ചാൽ അതെന്തോ ഒരു രീതിയിലൊരു തെറ്റാണ് എന്നുള്ളൊരു ഐഡിയോളജി. എങ്ങനെയാണോ സിനിമകളും മറ്റ് മീഡിയയും കാണിക്കുന്നത്, അത് തന്നെയാണ് അത് കണ്ടുവരുന്ന ഒരു ജനതയും വിശ്വസിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ media becomes a tool of patriarchal society. And then the last thing is educational institution and knowledge system, which is again formal and institutionalized, and men have assumed control over whole areas of knowledge, philosophy, theology, law, literature, arts and science. കാരണം ഒരു രീതിയിൽ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു കാര്യങ്ങളിൽ. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
പൂജാരിമാരായിട്ട് എത്ര സ്ത്രീകളെ നിങ്ങൾക്കറിയാൻ പറ്റും? എനിക്ക് അതൊരു ഡൗട്ടുണ്ട്. കാരണം പൂജാരിമാരുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എത്ര സ്ത്രീകളാണ് പൂജാരിമാർ അല്ലെങ്കിൽ മേൽശാന്തി കീഴ്ശാന്തി ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിപ്പോഴും ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്പിയർ ആയിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഉണ്ടാകാം പൂജാരിമാർ, അങ്ങനെ സ്ത്രീകൾ പൂജാരിമാരായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് ഒരുപക്ഷെ കയ്യിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതാണ് കൂടുതലും കമല ഭാസിൻ ഇതിൽ പറയുന്നത്. There is a certain sentence here that I was looking at, that is, women are prevented from learning scriptures most often. Yes, in many cultures women were systematically prevented from studying the scriptures, and even today there are few who are allowed to reinterpret religious and legal text. അതാണ് കൂടുതലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ പറയേണ്ട ഒരു കാര്യം. കാരണം അല്ലാതെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആ ഒരു പഠിക്കാനും പഠിപ്പിക്കാനും അങ്ങനത്തെ ജോലി സാധ്യതകളെല്ലാം കൂടുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം മാത്രം, റിലീജിയസ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ലീഗൽ ടെക്സ്റ്റ് എത്ര പേർക്ക് പഠിക്കാനും അല്ലെങ്കിൽ റീഇൻറ്റർപ്രറ്റ് ചെയ്യാനുമുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോഴും അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തുടരുന്നുണ്ട്. So that's halfway through the text. I hope this was useful. I'll see you in the second part of the video. Till then, stay tuned and subscribe the channel if you haven't already, and also share your comments in the comment section. Thank you.